കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിക്കുന്ന കാര്യം കേട്ടോ, ഈ സി ഡ്രൈവ് ഫുള്ളായി എന്ത് ചെയ്യുന്നു? നമ്മുടെയൊക്കെ സി ഡ്രൈവ് ഓൾമോസ്റ്റ് ഇതാ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അത് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡാറ്റയും നമ്മുടെ പ്രോഗ്രാം ഡാറ്റയും എല്ലാം കിടക്കുന്ന ഒരു സ്പേസ് ആണ്. അത് OSന് വേണ്ടിയുള്ള സ്പേസ് ആണ്. അങ്ങനെ ചള പറയാൻ എല്ലാം ഒന്നും ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് മാത്രം ഡിലീറ്റ് ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ടോ ടെമ്പററി ഫയൽ റിമൂവ് ചെയ്യാന്നുള്ളത്. വിൻഡോസ് ബട്ടണും R ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിന്റെ അകത്ത് TEMP എന്നടിച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഫയൽസ് ഓപ്പൺ ആയി വരും. അത് Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് Shift+Delete ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും, യെസ് കൊടുക്കുക. അതിന് അഗൈൻ വിൻഡോസ് ബട്ടൺ R ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ %TEMP എന്ന് കൊടുക്കുക. അതായത് ടെമ്പററി ഫയൽസിന്റെ മറ്റൊരു ഫോൾഡർ ആണ്. അവിടെ നമുക്ക് ഇതുപോലെ തന്നെ Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്ത് Shift ഡിലീറ്റ് ചെയ്ത് ഓൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡയലോഗ്സ് വരെയാണെങ്കിൽ ഈ ടിക്ക് കൊടുത്തതിന് ശേഷം സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് ഡിലീറ്റ് ആവും. അതിന് അഗൈൻ പ്രീഫെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. PREFETCH Ctrl+A കൊടുക്കുക, Shift ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് മൂന്നും ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഡിസ്ക് ക്ലീനപ്പ് കൊടുക്കുക. ഡിസ്ക് ക്ലീനപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ വിൻഡോസിനകത്ത് ഉണ്ട്. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക് ക്ലീനപ്പ് എന്ന് സെർച്ച് ചെയ്താൽ വരും. അതിന്റെ അകത്ത് നിന്ന് ലോഡാവാൻ കുറച്ച് ടൈം എടുക്കും. അതിന്റെ അകത്ത് ക്ലീനപ്പ് സിസ്റ്റം ഫയൽസും കൂടി ഉള്ള ഓപ്ഷൻ കൂടി കൊടുത്തേക്കുക. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ലാപ്പിന്റെ കാര്യം നോക്കി എടുത്തു കഴിഞ്ഞാൽ 5.14 GB ആണ് ടെമ്പററി ഫയൽ ആയിട്ട് വരാം. അതിൽ വിൻഡോസ് അപ്ഡേഷൻസിന്റെ ക്യാഷസും അൺവാണ്ടഡ് ആയിട്ടുള്ള ടെമ്പററി ഫയൽസും എല്ലാം ഉണ്ട്. ഓൾ ടിക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ അടിക്കുക. അപ് ടു 5 GB വരെ ഈ ഒരു പർട്ടിക്കുലർ ലാപ്പിൽ മാറുന്നുണ്ട്. മേ ബി അപ് ടു 30 GB വരെയൊക്കെ ടെമ്പററി ഫയൽസ് നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അനഗെയിൻ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്ന എല്ലാ ഫയൽസും ആക്ച്വലി സി ഡ്രൈവ് ആണ്. സി ഡ്രൈവിന്റെ അകത്ത് നമ്മുടെ യൂസർ ഫയൽസിന്റെ അകത്ത് നമ്മുടെ യൂസറിന്റെ അകത്താണ് ഇതെല്ലാം വരുന്ന ഡെസ്ക്ടോപ്പ് ഡോക്യുമെന്റ്സ് ഡൗൺലോഡ്സ് എല്ലാം. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഫയൽസ് ഒക്കെ ഒബ്വിയസ്ലി സി ഡ്രൈവിനകത്തേക്കാകും പോവുക. നമ്മൾ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസും യൂഷ്വലി ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോസും എല്ലാം സി ഡ്രൈവിന്റെ അകത്താണ്. സോ ഇവിടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റ് ഡ്രൈവുകളിലേക്ക് മൂവ് ചെയ്യാം. ഡെസ്ക്ടോപ്പിൽ സ്റ്റോർ ചെയ്യുമ്പോഴും സി ഡ്രൈവ് ആണ് ഫിൽ ആവുക. സോ ഇവിടെയും ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ സി ഡ്രൈവിനെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ